800 കോടി രൂപ മുടക്കി പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ദുരിതത്തിലാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ. വെള്ളപ്പൊക്കം ബാധിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ നിർമ്മിച്ച റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 5 ഇടത്താണ് വെള്ളം കയറിയത്. പലയിടങ്ങളിലും കച്ചവടക്കാരുൾപ്പെടെയുള്ള ആളുകൾ ദുരിതത്തിലായി. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ AC റോഡ് വെള്ളത്തിനടിയിലാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിച്ച് കുട്ടനാടിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന 24 കിലോമീറ്റർ പാതയാണ് AC റോഡ്. റോഡിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചർച്ചയായിരുന്നു. 2020 ഒക്ടോബറിൽ നിർമ്മാണം തുടങ്ങിയ റോഡിന് 671.66 കോടിയാണ് ആദ്യം ചിലവ് കണക്കാക്കിയത്. ഇപ്പോൾ 800 കോടിയായി നിർമ്മാണ ചിലവ് ഉയർന്നു. 2023 നിർമ്മാണം പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടെങ്കിലും കാലാവധി പലതവണ നീട്ടി. 90% ജോലികളും പൂർത്തിയായ റോഡിൽ വെള്ളപ്പൊക്കം ബാധിക്കില്ലെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ 5 ഇടത്ത് വെള്ളക്കെട്ടായി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് കുട്ടനാട്ടുകാർ ഈ റോഡിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്നാൽ പിന്നീട് ഇതിന്റെ പണികൾ ആരംഭിച്ചപ്പോൾ നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഇത് ആദ്യഘട്ടത്തിൽ മുതൽ വെള്ളം കയറാൻ തുടങ്ങി. ഇപ്പോൾ ഇത്തവണ ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട്, എൻ്റെ മെയ് മാസത്തിൽ സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതല്ല, ഈ മെയ് മാസത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും 5 സ്ഥലത്ത്, പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഈ 5 സ്ഥലങ്ങളും നമ്മൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളുമൊക്കെ ആവശ്യപ്പെട്ടാണ് ഇവിടെ ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ, ഈ താഴ്ന്ന പ്രദേശങ്ങളായ ഒന്നാംകര, കിടങ്ങറ, 2-ാം പാലത്തിന് താഴെയുള്ള ഭാഗം, മാമ്പഴക്കരി ഭാഗം, അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടാണ്. അത് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ആ റോഡിൽ ആ പ്രധാനപ്പെട്ട ഈ ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണത്തെ ഈ ചെറിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. റോഡിൽ വെള്ളം ഉയർന്നതോടെ ജനജീവിതവും ദുരിതപൂർണ്ണമായി. പലയിടങ്ങളിലും കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറി വ്യാപാരികൾ കച്ചവടം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി. കച്ചവട സാമഗ്രികൾ നശിച്ചതുമൂലം പലർക്കും നേരിടേണ്ടി വന്നത് വലിയ സാമ്പത്തിക നഷ്ടം. നിലവിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും മഴ കൂടുതൽ ശക്തമാകുന്നത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇനി പൂർത്തിയാകാനുള്ളത് പള്ളാത്തുരുത്തി 2-ാം പാലത്തിന്റെ നിർമ്മാണം മാത്രമാണ്. നിലവിലുണ്ടായിരുന്ന വീതി കുറച്ച് പണിയുന്ന ഏക റോഡെന്ന പ്രത്യേകതയും AC റോഡിനുണ്ട്. നടപ്പാത ഉയർത്തിക്കെട്ടിയിരിക്കുന്നതിനാൽ റോഡിന്റെ വീതിയും പാർക്കിംഗ് സൗകര്യവും നഷ്ടപ്പെട്ടു. ഇത് സൃഷ്ടിക്കുന്ന ദുരിതത്തിൽ ജനങ്ങൾ വലയുമ്പോഴാണ് റോഡിൽ വെള്ളം കയറില്ല എന്ന അധികൃതരുടെ പ്രഖ്യാപനവും വെള്ളത്തിനടിയിലാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.